ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. അനുഗ്രഹമായ നല്ല ദിവസത്തിനായി നന്ദിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എല്ലാവർക്കും കർത്താവായ യേശുവിൻ്റെ നിസ്തുല സ്നേഹത്തിൽ പ്രഭാത ധ്യാനത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ധ്യാനിക്കുന്ന വേദഭാഗം സവപ്രസംഗി 9:10. ചെയ്യുവാൻ തനിക്ക് സംഗതി വരുന്നതൊക്കെയും ശക്തിയോടെ ചെയ്യുക. നീ ചെല്ലുന്ന പാതാളത്തിൽ പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനമോ ഒന്നും ഇല്ല. ഈ വചനങ്ങളാൽ ദൈവം നിങ്ങൾ ഓരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ. എന്താ ഭാഗം എന്ന് പറയുന്നത്, ഓരോ വ്യക്തിക്കും ഓരോ വരമുണ്ട്, ഓരോരുത്തരും കണക്ക് ബോധിപ്പിക്കണം എന്ന ഭാഗമാകുന്നു നാം ചിന്തിക്കാൻ പോകുന്നത്. തിരുവചനത്തിൽ നാം ശോധന ചെയ്യുമ്പോൾ താലന്തുകളെ കുറിച്ച് കർത്താവായ യേശു ഒരു മഹനീയമായ ഒരു ഉപമ പറയുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. അത് വളരെ പ്രാർത്ഥനയോടുകൂടെ, വളരെ ശ്രദ്ധയോടുകൂടെ ഓരോ വ്യക്തികളും അത് പഠിക്കേണ്ടതാകുന്നു. സ്ത്രീകളായിരുന്നാലും പുരുഷന്മാരായിരുന്നാലും കുഞ്ഞുങ്ങളായിരുന്നാലും അത് പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെതായ കരുതലിനെ കുറിച്ച്, ദൈവം നിങ്ങളിൽ ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന പ്രവൃത്തികളെ കുറിച്ച്, അല്ലെങ്കിൽ ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കുവാൻ കഴിയും എന്നത് മാത്രമല്ല, അതിൻ്റെതായ പരിണിത ഫലം എന്തായിരിക്കും എന്നതിനെ കുറിച്ചുകൂടെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ദൈവത്തിൻ്റെതായ പ്രവർത്തനങ്ങൾ വിശ്വസ്തയോടുകൂടെയും പ്രാർത്ഥനയോടുകൂടെയും ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ചും ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തത്തിന്റെ ചെയ്തു തീർക്കേണ്ടതാകുന്നു നാം ഓരോരുത്തരും. വ്യത്യസ്തവും വിവിധങ്ങളുമായിരിക്കുന്നതായ വരങ്ങളായിരിക്കും ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ താലന്തുകളായിരിക്കും ദൈവം നിങ്ങൾക്ക് നൽകിയിരിക്കുന്നത്. നിങ്ങൾ ഒരിക്കലും നിങ്ങളിലേക്ക് നോക്കുവാനോ ശ്രദ്ധിക്കുവാനോ പാടില്ല. നിങ്ങളിലുണ്ടാകുന്ന കഴിവുകളുടെ വ്യാപ്തി, അല്ലെങ്കിൽ ദൈവം എന്താകുന്നു ചെയ്യുവാൻ ആഗ്രഹിക്കുന്നതെന്ന് ദൈവത്തിൽ ശരണപ്പെടുമ്പോൾ മാത്രമേ അത് കഴിയുള്ളൂ. മറ്റുള്ളവർ നോക്കിക്കഴിഞ്ഞാൽ ഒരുപക്ഷെ നിങ്ങളെക്കാളും ഭാഷാ പാണ്ഡിത്യം, അല്ലെങ്കിൽ വിഷയങ്ങളെക്കുറിച്ച് അറിവ്, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക ഭദ്രത, സാമൂഹ്യമായിരിക്കും ബന്ധങ്ങളെ കൊണ്ടായിരിക്കും അവരെ മാത്രമായിരിക്കില്ല ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ നിങ്ങൾക്കൊപ്പം പഠിച്ചതായ വ്യക്തി, നിങ്ങൾക്കൊപ്പം വേല ചെയ്യുന്ന വ്യക്തികൾ നിങ്ങളിൽ നിന്നും വളരെ ഉയർന്നതായ സ്ഥാനമാനങ്ങൾ അലങ്കരിക്കുന്നതായി കണ്ട് നിങ്ങൾ ഒരിക്കലും പിന്തിരിഞ്ഞു പോകാൻ മുതിരരുത്. ദൈവം നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നത് അത് ചെറുതോ വലുതോ എന്നുള്ളതായ നിങ്ങളുടെ കാഴ്ചപ്പാടാണ് തെറ്റ്. അത് ചെറുതും വലുതുമല്ല. ദൈവം നിങ്ങളിലൂടെ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ദൈവഹിതമാകുന്നു. അത് ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാകണം. ഉപമയില് നമുക്കറിയാം, 5 താലന്ത് ലഭിച്ച വ്യക്തി 5 കൂടെ നേടി, 3 ലഭിച്ചവൻ 3 ലഭിച്ചു, 1 ലഭിച്ചവൻ കുഴിച്ചിട്ടു. അവിടെ നാം അറിഞ്ഞിരിക്കേണ്ടത്, ദൈവം നിങ്ങൾ നൽകിയിരിക്കുന്ന താലന്തുകൾ എത്രയെന്ന് നിങ്ങൾക്കറിയില്ല, നമുക്ക് ആർക്കും അറിയില്ല. നമ്മുടെ കഴിവുകൾ ദൈവിക വേലയ്ക്ക് ശുശ്രൂഷയ്ക്കായി വിനിയോഗിക്കുമ്പോൾ അത് വളരുന്നു. അത് 100, 60, 30 മേനിയായി ബലമുള്ളവാക്കുന്നു. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നതായ ദൗത്യങ്ങൾ നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഉയർച്ച, സ്ഥാനമാനങ്ങളൊക്കെ ദൈവം നൽകി, ഉത്തരവാദിത്തം നൽകി നിങ്ങളെ ദൈവം പരിപോഷിക്കുന്നത് കാണാൻ സാധിക്കുന്നുണ്ട്. ഉപമ നമ്മൾ പഠിക്കുമ്പോൾ നമ്മുടേതായ ഭൗതികമായിരിക്കുന്നതായ അറിവിൽ നിന്നുകൊണ്ട് ധ്യാനിക്കല വേണ്ടത്. പ്രാർത്ഥനയോടുകൂടെ പരിശുദ്ധാത്മാവ് നിറവില്ല ധ്യാനിക്കുമ്പോൾ നമുക്ക് അതിൻ്റെതായ വ്യാപ്തിയല്ല മനസ്സിലാക്കാൻ സാധിക്കും. ഓരോ വ്യക്തിയും ഏറ്റവും താഴ്ന്നവരും അറിയപ്പെടാത്തവരും മുതൽ ഏറ്റവും വലിയവരും ഉന്നതരും വരെ കഴിവുകൾ നൽകപ്പെട്ടിട്ടുള്ളതായ ധാർമ്മിക മധ്യവർത്തികളും കണക്ക് ബോധിപ്പിക്കേണ്ടതായി വരും. ആരുടെ മുൻപിൽ? ദൈവത്തിന്റെ മുൻപിൽ. ഒരു വ്യത്യാസമില്ലാതെ എല്ലാവരും ദൈവസന്നിധിയില് കണക്ക് ബോധിപ്പിക്കേണ്ടിയിരിക്കുന്നുണ്ട്. വചനം പറയപ്പെടുന്നത്, ചെയ്യുവാൻ നിനക്ക് സംഗതി വരുന്നത് ഒക്കെയും ശക്തിയോടെ ചെയ്യുക. പൂർണ്ണ മനസ്സോടുകൂടെ, പൂർണ്ണ ശക്തിയോടുകൂടെ, പൂർണ്ണ ആത്മാവോടുകൂടെ സുവിശേഷ പ്രവർത്തനങ്ങളിൽ നിങ്ങൾ നിൽക്കണം. പൂർണ്ണ സുവിശേഷീകരണമായിട്ടായിരുന്നാലും ഭാഗികമായിട്ടായിരുന്നാലും അത് ചെയ്യുന്നത് പരിപൂർണമായിരിക്കുന്നതായ സമർപ്പണത്തോടുകൂടെയും ആത്മാർത്ഥതയോടുകൂടെ ആയിരിക്കണം. നീ ചെല്ലുന്ന പാതാളത്തിൽ അത് പ്രവൃത്തിയോ സൂത്രമോ അറിവോ ജ്ഞാനവും ഇല്ല എന്ന് ഓർത്തിരിക്കുക. അത് ദൈവത്തിൽ നിന്ന് മാത്രം ലഭിക്കുന്നതായ താലന്തുകളാകുന്നു. ആ താലന്തുകൾ ദൈവനാമത്തിനായി വിനിയോഗിക്കുമ്പോൾ നീ അനുഗ്രഹിക്കപ്പെടുന്ന പോലെ അനേകർ അനുഗ്രഹം പ്രാപിക്കും. മാത്രമല്ല, നീ അനുഗ്രഹം പ്രാപിക്കുന്നുണ്ട്, നിന്റെ തലമുറകളും അനുഗ്രഹം പ്രാപിക്കും. അതിനായി നിന്നെ തന്നെ സമർപ്പിച്ചിട്ട് നിനക്ക് ലഭിച്ചിരിക്കുന്നതായ ഈ താലന്തുകൾ തക്ക സമയത്ത് ഉപയോഗിച്ച് ദൈവത്തെ മഹത്വീകരിക്കുക. ദൈവം നിന്നെ നിന്റെ കുടുംബത്തെയും അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രാർത്ഥിക്കാം.
സ്വർഗീയ പിതാവേ, നല്ല ദൈവമേ, അനുഗ്രഹമായ നല്ല ദിവസത്തിനായ സ്തോത്രം, നൽകിയ വചനത്തിനായ സ്തോത്രം കർത്താവേ. പലപ്പോഴും അലസതകളാൽ മാറി നിൽക്കുന്നു, ചിലപ്പോഴും തങ്ങളുടെ ബലഹീനത മാത്രം നോക്കി മാറി നിൽക്കുന്നു, പലപ്പോഴും തങ്ങൾക്കൊപ്പം നിന്ന് അവിടേതായ ഉയർച്ച, ഉന്നതമായ സ്ഥാനങ്ങൾ, അവിടേതായ കഴിവുകൾ, അവിടെ പ്രവർത്തനം കണ്ട് തങ്ങൾ തന്നെ പിന്തിരിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ദൈവമേ, ആ ഒരു സാഹചര്യങ്ങൾ കടന്നുപോയ മക്കളുടെ മേൽ അവിടുത്തെ ആത്മാവിനെ അയച്ച് അവരെ ശക്തീകരിച്ച് ഉണർവോടും ഉത്സാഹത്തോടും കൂടെ അവിടുത്തേതായ വൈൽപ്പശവേലിൽ ദൈവം തങ്ങളെ ഏൽപ്പിച്ചിരുന്ന ദൗത്യങ്ങളെ തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിക്കുവാനും അവിടുന്ന് ശക്തീകരിക്കുകയും മാനിക്കുകയും ചെയ്യുമാറാകണമേ. ആ തീരുമാനം ഇപ്പോൾ എടുത്തുകൊണ്ട് ദൈവസന്നിധിയിൽ തങ്ങളെ തന്നെ സമർപ്പിച്ച് അനുഗ്രഹമുള്ള മക്കളായി തീരുവാൻ അവിടുത്തെ ആത്മാവിനാൽ അവരെ പരിലാളനം ചെയ്യണം. അവിടുത്തെ ആത്മാവിനാൽ അവരെ ശക്തീകരിക്കണം. അവിടുത്തെ ദൂതന്മാരുടെ കാവലും ഇന്നും എന്നും അവരുടെ കൂടെ ഇരിക്കുമാറാകട്ടെ. മാനവമഹത്വം സ്വീകരിച്ച് ഇളയ യാചന കൈക്കൊണ്ട് ഞങ്ങൾ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകണമേ. യേശുവിൻ നാമത്തിൽ താഴ്മ അപേക്ഷിക്കുന്നു. പ്രാർത്ഥന കേൾക്കണം നല്ല പിതാവേ.